ഇന്ന് നല്ല ബണ്ണ് കൊണ്ടുള്ളൊരു സാൻഡ്വിച്ച് ഉണ്ടാക്കി കാണിക്കട്ടെ. പേടിക്കേണ്ട, ബൺ മസ്കയല്ല. ബൺ മസ്ക കണ്ട് ആൾക്കാർ മടുത്തിരിക്കുകയെന്ന് എനിക്കറിയാം. അതുകൊണ്ട് ബൺ മസ്കയല്ല, എളുപ്പത്തിലുള്ളൊരു സാൻഡ്വിച്ചാണ് ചെയ്ത് കാണിക്കുന്നത്. എൻ്റെ കൂട്ടുകാർക്കെല്ലാം മിസ് ചാൻഡീസ് ഫുഡ് നോട്ട്സിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് വളരെ സ്നേഹപൂർവ്വം സ്വാഗതം. ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ഇപ്പോൾ തന്നെ ആ സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്യാനും അപ്പോൾ വരുന്ന ബെല്ലൈക്കണും പ്രസ് ചെയ്ത് ഓൾ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്താൽ ഞാനിടുന്ന എല്ലാ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് കിട്ടും. ഹോം ഫുഡ് ഈസ് ദ ബെസ്റ്റ് ഫുഡ്, സോ കുക്ക് അറ്റ് ഹോം. നമ്മൾ വീട്ടിൽ തന്നെ കിട്ടുന്ന സാധനങ്ങൾ കൊണ്ട് തന്നെയാണ് ഇത് തയ്യാറാക്കുന്നത്. കുറച്ച് വെളുത്തുള്ളി വേണം, അതുപോലെ വറ്റൽമുളക്, കറിവേപ്പില, ഗോതമ്പ് പൊടി, ഇത്രയൊക്കെ മതി. അപ്പോൾ ഞാൻ ഈ ബ്രെഡ് ഒന്ന് ആദ്യമായിട്ടൊന്ന് സ്പ്ലിറ്റ് ചെയ്ത് വെച്ചു. ആദ്യം നമുക്ക് ഈ ബണ്ണിൽ വളരെ കുറച്ച് ബട്ടറോ അഥവാ ഗീയോ ഒന്ന് പുരട്ടി നമുക്ക് ഒന്ന് ടോസ്റ്റ് ചെയ്യണം. ഇങ്ങനെ ഒരു സൈഡൊന്ന് ടോസ്റ്റായി വരുമ്പോൾ നമുക്ക് മറ്റേ സൈഡും, അങ്ങനെ 4 ഭാഗവും നമുക്കൊന്ന് ചെറുതായിട്ടൊന്ന് ടോസ്റ്റ് ചെയ്ത് എടുക്കണം. അപ്പോൾ നമ്മുടെ ഈ ബ്രെഡ് സംഭവമെല്ലാം നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഒരു പാൻ വെച്ചതിന് ശേഷം അത് ചൂടാകുമ്പോൾ നമുക്ക് അല്പം ബട്ടർ ഇടാം. അത് ഉരുകി വരുമ്പോഴത്തേക്ക് നമുക്ക് ചെറുതായിട്ട് അരിഞ്ഞിരിക്കുന്ന വെളുത്തുള്ളി ഇടാം. ഒന്ന് എന്താ പറയുക, നല്ലതുപോലെ മൊരിയണം. ബേൺഡ് ഗാർലിക് എഗ് സാൻഡ്വിച്ച് എന്ന് വേണമെങ്കിൽ നമുക്ക് വിശദമായിട്ടൊരു പേരും വേണമെങ്കിൽ ഇടാം. ഇങ്ങനെ ഇത് ചെറുതായിട്ടൊരു ബ്രൗൺ കളറായി വരുന്നുണ്ട്. നമുക്ക് വറ്റൽമുളക് പൊടിച്ചതിടാം. ചില്ലി ഫ്ലേക്സ് ആണ്, അതാ ഞാൻ പറഞ്ഞത്. ചില്ലി ഫ്ലേക്സ് ഒക്കെ നമ്മൾ എപ്പോഴും വീട്ടിൽ കാണണമെന്ന് നിർബന്ധമില്ല. ഇത് നമ്മളങ്ങ് പൊടിച്ചിട്ടാൽ മതി, അപ്പോൾ ചില്ലി ഫ്ലേക്സ് ആയിക്കോളൂ. തീ ഇനിയും വളരെ കുറച്ചതിന് ശേഷം, ഇത് ഗോതമ്പ് പൊടിയാണ് ഞാൻ ഇടുന്നത്. ഇനി നിങ്ങളുടെ കയ്യിൽ കോൺഫ്ലോർ ഉണ്ടെങ്കിൽ അതും ഇടാം, പക്ഷേ തീ വളരെ കുറച്ചിട്ട് വേണം ഇത് ചെയ്യാൻ. അതൊരു ഫ്യൂ സെക്കൻഡ്സ് മാത്രം അങ്ങനെ ഇളക്കിയാൽ മതി. അതിലേക്ക് ഞാനിപ്പോൾ നമുക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇതിന് ശേഷം ഇതിലേക്ക് പാല്, ഇത് ക്രീമിന് പകരമാണ് ഞാൻ പാല് ചേർക്കുന്നത്. അപ്പോൾ പിന്നെ ക്രീമൊന്നും മേടിക്കാൻ പോകണ്ട, പാല് മതി. ഇതിലേക്ക് ആവശ്യമുള്ള ഉപ്പ് ചേർക്കാം. ഇത് ഒത്തിരി കട്ടിയായി പോകരുത്, നമുക്ക് കുറച്ച് ലൂസായിട്ടാണ് വേണ്ടത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് അല്പം പാലും കൂടെ ചേർക്കാം. പാലോ വെള്ളമോ ചേർത്താലും മതി. ആദ്യം കുറച്ച് പാല് ചേർക്കണം, പിന്നെ ബാക്കി വെള്ളം ഒഴിച്ചാലും മതി. അപ്പോൾ ഇത് തിക്കായിക്കോളും. ഇതിലേക്കാണ് ഇനി നമ്മൾ മുട്ട ചേർക്കാൻ പോകുന്നത്. മുട്ടയിലേക്ക് അല്പം കുരുമുളക് ചേർക്കാം. സ്പൈസ് എപ്പോഴും നിങ്ങളുടെ അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യണം. ഇനി ഇത് നമുക്കൊന്ന് തിക്കായിട്ട് എടുക്കണം. തിക്കെന്ന് പറയുമ്പോൾ തന്നെ ഫുള്ള് വെന്ത് പോകരുത്, കുറച്ചൊന്ന് ലൂസായിട്ടിരിക്കണം. എങ്കിലേ അതിനകത്ത് നമുക്ക് നല്ലപോലെ സ്പ്രെഡ് ചെയ്തൊന്ന് വയ്ക്കാൻ പറ്റത്തുള്ളൂ സാൻഡ്വിച്ചിനകത്ത്. തിക്കായിട്ട് വരുമ്പോൾ നമ്മളൊന്ന് ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കണം. ഇപ്പോൾ ഏതാണ്ട് ഇത് ശരിയായിട്ടുണ്ട്. ഇതിലേക്ക് ഫില്ലിങ് അങ്ങ് വെച്ച് കൊടുത്താൽ മതി. അപ്പോൾ നമുക്കിങ്ങനെ ഒന്ന് പരത്തി കൊടുക്കാനും പറ്റും. എളുപ്പമാണ്, അതാണ് ഇതിനകത്ത് ഏറ്റവും വലിയ കാര്യം. അതെ, നമ്മുടെ സാൻഡ്വിച്ച് റെഡിയാണ്. അപ്പോൾ ഇതിങ്ങനെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. ട്രൈ ചെയ്ത് നോക്കണം. അതുപോലെ തന്നെ നിങ്ങളുടെ വിലയേറിയ ഫീഡ്ബാക്ക്, കമൻസൊക്കെ കമൻസ് ബോക്സിൽ പോസ്റ്റ് ചെയ്യാം. ഇനിയും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന മറ്റു നല്ലൊരു റെസിപ്പിയുമായിട്ട് വീണ്ടും ഞാനെത്തും. ചിൽഡ്രൻ, ഐ എം സൈനിങ് ഓഫ് ആൻഡ് യു സ്റ്റേ സേഫ്.